മനുഷ്യൻ സാമൂഹ്യനീതിക്ക് വേണ്ടി നിലകൊണ്ട് സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടി പൊരുതുമ്പോൾ ആ മനുഷ്യൻ ആ ഒരു സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഒന്നായി പൊരുതുന്നതായിട്ടാണ് ചരിത്രം വഴി കാണുന്നത്. ആ കാണുന്നതിൻ്റെ ഭാഗം തന്നെയാണ് കോവിഡിൻ്റെ കെട്ട കാലഘട്ടത്തിൽ BD ജയസിൻ്റെ കൂത്തുപറമ്പ് നിയോജകമണ്ഡലം പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി എന്ന നിലയ്ക്ക് ഈ മേഖലയിൽ അനേകം സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ആദരണീയനായ ശ്രീ ചിത്രൻ കണ്ടോത്തിനെ ഓർക്കുന്നത് അവിടെ വെച്ചാണ്. BD ജയസിൻ്റെ ഒരു എളിയ പ്രവർത്തകൻ എന്ന നിലയിൽ കണ്ണൂരും തലശ്ശേരിയും പാനൂരും നടക്കുന്ന വിവിധ യോഗങ്ങളിൽ സജീവമായി നമ്മളോടൊപ്പം തോൾ ചേർന്ന് പ്രവർത്തിച്ച ചിത്രൻ്റെ ഓർമ്മദിനത്തിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഒരിക്കൽ കൂടി ശ്രദ്ധാഞ്ജലി അർപ്പിക്കുകയാണ്. ഒരു മനുഷ്യൻ സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ ജനങ്ങളുടെ ഹൃദയത്തിൽ എങ്ങനെ സ്ഥാനം പിടിക്കുന്നുവോ അതാണ് ആ വ്യക്തി ആ സമൂഹത്തിന് കൊടുത്ത ഏറ്റവും വലിയ സംഭാവന എന്ന് നമുക്ക് പറയാൻ കഴിയും. ഒരു മനുഷ്യൻ താൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ തൻ്റെ സഹജീവികളോട് അവരുടെ ഉന്നമനത്തിന് വേണ്ടി അദ്ദേഹം പ്രവർത്തിക്കുമ്പോൾ അതാണ് ഈ മനുഷ്യ സമൂഹത്തിന് നൽകുന്ന ഏറ്റവും വലിയ സംഭാവന എന്ന് ലോകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഭാരത ധർമ്മ ജനസേനയുടെ ഒരു എളിയ പ്രവർത്തകൻ എന്ന നിലയിലാണ് ഞാൻ ചിത്രൻ കണ്ടോത്തിനെ പരിചയപ്പെടുന്നത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ കൂട്ടായിട്ട് നിൽക്കുവാനും അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുവാനും കഴിഞ്ഞതിനുള്ള ചാരിതാർത്ഥ്യമുണ്ട്. കേവലം ഈ ഭൂമിയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം 45-46 വർഷം മാത്രമാണ് അദ്ദേഹം നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. ജീവിതത്തിൻ്റെ നല്ല കാലം തുടങ്ങുമ്പോൾ പക്വത വന്ന ഒരു ജീവിതം ആരംഭിക്കുമ്പോൾ അദ്ദേഹം ദൈവത്തിൻ്റെ വിളി കേട്ട് ഈ ഭൂമിയിൽ നിന്ന് കടന്നുപോയി. നമ്മുടെ വിശ്വാസമനുസരിച്ച് ദൈവം നല്ല നല്ല പുഷ്പങ്ങളെയാണ് ഭൂമിയിൽ നിന്ന് പറിച്ചെടുത്ത് അദ്ദേഹത്തിൻ്റെ പൂന്തോട്ടത്തിൽ പുതിയതായി വിരിയാൻ വേണ്ടി അനുവദിക്കുന്നത്. അങ്ങനെ ചിത്രൻ ഈ ഭൂമിയിൽ തൻ്റെ ജീവിതം അവസാനിച്ച് കടന്നു പോകുമ്പോൾ അദ്ദേഹം ബാക്കി വെച്ച ഓർമ്മകൾ ഈ സമൂഹത്തിൻ്റെ മനസ്സിൽ ഒന്നൊന്നായിട്ട് ചെയ്ത കൊച്ചു കൊച്ചു സേവനങ്ങൾ മാത്രമാണ്. ആ സേവനങ്ങൾ അത് ചെറുതല്ല. ഒരു വ്യക്തി സമൂഹത്തിന് വേണ്ടി ചെയ്ത പ്രവർത്തനങ്ങൾ അത് മനുഷ്യൻ്റെ മനസ്സിൽ നിലകൊള്ളുമ്പോൾ ആണ് കാലാകാലങ്ങളിൽ ആ വ്യക്തിത്വത്തെ ലോകം അറിയുന്നത്. നമുക്കറിയാം, ലോകചരിത്രത്തിൻ്റെ ഏടുകളിൽ ഗ്രാമങ്ങളിലായാലും പട്ടണങ്ങളിലായാലും ജീവിതത്തിൽ ജനങ്ങളോടൊപ്പം സഞ്ചരിച്ചവർ എക്കാലവും ജനമനസ്സുകളിൽ തൻ്റെ ലോക ജീവിതം അവസാനിച്ച് കടന്നു പോകുമ്പോഴും അവരുടെ ജനമനസ്സിൽ അവരുടെ ആയുസ്സും തലമുറകൾക്കും അപ്പുറത്ത് കടന്നു പോകുന്നത് അങ്ങനെ തന്നെയാണ്. നമ്മുടെയൊക്കെ ചെറുപ്പകാലങ്ങളിൽ നമ്മെ സ്നേഹിച്ച് നമ്മെ വഴി നടത്തിയ പല ഗുരുക്കന്മാരും മൺമറിഞ്ഞു പോയാലും ഇപ്പോഴും നമ്മളവരെ ഓർക്കുന്നത് എന്നെ 1-ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ 2-ാം ക്ലാസ്സിൽ അക്ഷരം പഠിപ്പിച്ച ആ പ്രിയ ഗുരുനാഥനെ ഓർക്കുന്നത് അവർ നമ്മുടെ മനസ്സിൽ കോറിയിട്ട ആ മഹത്തായ സ്നേഹത്തിൻ്റെ മുദ്ര കൊണ്ട് തന്നെയാണ്. ഭാരത ധർമ്മ ജനസേന സാമൂഹ്യനീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി മാത്രം പോരാടുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയ്ക്ക്, ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ജില്ലാ അധ്യക്ഷൻ എന്ന നിലയ്ക്ക് ചിത്രൻ കണ്ടോത്തിൻ്റെ ഓർമ്മദിനത്തിൽ അനുസ്മരണം നടത്തുവാനും വരാൻ പോകുന്ന കാലഘട്ടങ്ങളിൽ എല്ലാം അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ വരുന്ന തലമുറകൾക്ക് സജീവമാക്കി വെക്കുന്നതിനുള്ള പരിശ്രമം ചെയ്യുന്നതിലും വളരെ ചാരിതാർത്ഥ്യത്തോടു കൂടി തന്നെയാണ് നിൽക്കുന്നത്. ഞാൻ അനുസ്മരിച്ചു പോകുന്നത് BD ജയസിൻ്റെ സ്ഥാപക ജനറൽ സെക്രട്ടറി ആയിരുന്ന ബാബുവേട്ടൻ ഒരു മാർച്ച് മാസം, ആ കൊറോണയുടെ കാലത്ത് ഒരു മാർച്ച് മാസം 6-ാം തീയതി BD ജയസിൽ നമ്മിൽ നിന്ന് കടന്നുപോയി. ബാബുവേട്ടൻ ഒരു തികഞ്ഞ രാഷ്ട്രീയ പ്രവർത്തകനും ഒരു തികഞ്ഞ മനുഷ്യസ്നേഹിയുമായിരുന്നു. ഇന്നും
അദ്ദേഹത്തിൻ്റെ നാട്ടിൽ തൃശ്ശൂരിൽ അദ്ദേഹം ഓർമ്മിക്കപ്പെടുന്നത് അതിൻ്റെ പേരിൽ തന്നെയാണ്. പാനൂരിൻ്റെ മേഖലയിൽ ഇനിയുള്ള കാലഘട്ടങ്ങളിലും ധാരാളം പേർ ഇവിടെ ജീവിച്ച് ഈ മണ്ണിൽ അലിഞ്ഞു ചേർന്ന് പോകുന്നുണ്ടെങ്കിലും അവരുടെ പേരുകൾ ഓർമ്മിക്കപ്പെടുന്നത് അവർ ഈ മനുഷ്യ സമൂഹത്തിന് നമുക്ക് ചെയ്തു തന്നിട്ടുള്ള ആ ചെറിയ ചെറിയ സേവനങ്ങൾ, വലിയ വലിയ സേവനങ്ങളല്ല, അവരവരുടെ ഹൃദയത്തിൽ തട്ടി അവരവരുടെ ഹൃദയത്തോട് ചേർന്നുകൊണ്ട് ചെറിയ ചെറിയ കൈത്താങ്ങുകൾ ചെയ്യുമ്പോൾ അത് ആ മനുഷ്യ സമൂഹത്തിന് ആ സമൂഹത്തിന് വലിയ ഒരു താങ്ങായി ഇത് മാറുന്നതാണ് നമ്മൾ കാണുന്നത്. ഞാൻ ദീർഘമായ ഒരു അനുസ്മരണത്തിൽ പ്രസക്തിയില്ല എങ്കിലും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ ജീവിതത്തിൻ്റെ മേഖലകളിൽ വിജയിക്കാൻ ശക്തി പകരട്ടെ, മക്കൾക്ക് ശക്തി പകരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം BDJS അദ്ദേഹം പറഞ്ഞ കരുത്തിലൂടെ മുന്നോട്ട് പോകുന്നതിനുള്ള പരിശ്രമത്തിൽ അദ്ദേഹത്തെ എക്കാലം ഓർമ്മിക്കുമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ പാവന സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.